ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ടെണിഞ്ഞിട്ടുള്ള പല താരങ്ങളെയും ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ഈസ്റ്റ് ബംഗാളിൻ്റെ മാനേജ്മെൻറ്റ് ശ്രമിക്കാറുള്ളത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ടെണിഞ്ഞിട്ടുള്ള പ്രഭ്ശുവൻ സിംഗ് ഗിൽ, ഹർമൻജോത് സിംഗ് ഖബ്ര, നിഷു കുമാർ, ജസ്വന്ത് സിംഗ് തനോജമാരോട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെ മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായിട്ടുള്ള ഡിമിട്രിയോസ് ഡയമൻഡോക്കോസ് തുടങ്ങിയ താരങ്ങളെയൊക്കെ തന്നെ ഈസ്റ്റ് ബംഗാളിൻ്റെ മാനേജ്മെൻറ്റ് തങ്ങളുടെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് നിന്നാണ്. സോ അതുമാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുമ്പത്തെ സ്ട്രൈക്കറായിട്ടുണ്ടായിരുന്ന മെസ്സി ബോളിയും ടീമിലേക്ക് എത്തിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ തന്നെയാണ്. സോ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിലവിൽ ബൂട്ടണിഞ്ഞുകൊണ്ടിരിക്കുന്ന 2 ഇന്ത്യൻ താരങ്ങളെ കൂടി തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ഈസ്റ്റ് ബംഗാൾ മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ട് നിലവിൽ പുറത്തേക്ക് വരുന്നത്. ഈ 2 താരങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇഷാൻ പണ്ഡിതയും മറ്റൊന്ന് ഡാനിഷ് ഫാറൂഖുമാണ്. ഇഷാൻ പണ്ഡിതയ്ക്ക് അത്ര കണ്ട് തിളങ്ങുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ സാധിച്ചിട്ടില്ല എന്ന് എടുത്തെടുത്ത് പറയേണ്ടതാണ്. എങ്കിൽ പോലും ഡാനിഷ് ഫാറൂഖിന് കിട്ടിയ പല അവസരങ്ങളിലും തൻ്റെ കഴിവ് കാണിക്കുകയും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച ഗോളുകളൊക്കെ തന്നെ സ്കോർ ചെയ്യുകയും മിഡ്ഫീൽഡിൽ നല്ലൊരു ബാക്കപ്പ് ഓപ്ഷൻ തന്നെയാണ് അദ്ദേഹം. അതിനാൽ തന്നെ 2 താരങ്ങളെയും ടീമിൽ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ അവസരം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പാണ്. അതല്ല, ഇനി ഈ 2 താരങ്ങളെയും ടീമിൽ നിന്ന് പുറത്താക്കുവാനാണോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ശ്രമമെന്നും നമുക്ക് അറിയത്തില്ല. സോ ഈസ്റ്റ് ബംഗാൾ മാനേജ്മെൻറ്റ് ഈ 2 താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുവാനാണ് അവരുടെ ശ്രമം എന്ന റിപ്പോർട്ടാണ് നിലവിൽ പുറത്തേക്ക് വരുന്നത്. ഇനി എന്തായിരിക്കും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമെന്ന് നമ്മൾക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്.